ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ആളായിരുന്നു ക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അങ്ങനെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ വില്ലേജിനും അങ്ങനെ ഞാൻ ക്യൂർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എല്ലാ വില്ലേജസും നല്ല വില കുറച്ച് സംഭവങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എല്ലാത്തിനെയും ക്യൂർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ ഗൈസ്. എന്തായാലും ലെതർ വർക്കറാണ്. സോ ഇവന് നമുക്ക് തരികയെന്ന് വെച്ചാൽ ഒരു എമറാൾഡ് കൊടുത്താൽ ലെതറിൻ്റെ ഒരു ഇതാട്ടോ ഡ്രസ്സ് തരും. പിന്നെ ഇവൻ തന്നെ തരുന്നതാണ് ഗൈസ്. ഒരു ലെതർ കൊടുത്താൽ ഒരു എമറാൾഡ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മറ്റേ ഒരു ചെസ്റ്റ് കൂടി ഇവിടെ കൊണ്ടുപോയി സെറ്റ് ആയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കുറേ വേണ്ടാത്ത ഐറ്റംസ് കിട്ടും ഗൈസ്. ഇവൻ്റെ ലെവല് കൂട്ടുമ്പോൾ ഇവന്മാരെ ലെവല് കൂട്ടുമ്പോൾ കുറേ ഐറ്റംസ് നമുക്ക് വേണ്ടാത്ത കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടാറ്റോ ഒക്കെ എടുത്ത് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഞാൻ ഗോൾഡൻ ആപ്പിൾ ആക്കാൻ നല്ല പണിയായിരുന്നു ഗൈസ്. ഗോൾഡൻ ആപ്പിൾ ഞാൻ എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ നമ്മളടുത്ത് ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഗോൾഡ് വെച്ച് ഞാൻ ഗോൾഡൻ ആപ്പിൾ ആക്കിയിട്ടോ ഗൈസ്. ആ ഒരു ഗോൾഡൻ ആപ്പിൾ വെച്ച് ഞാൻ ഒരാളെ ക്യൂർ ചെയ്തു. ഞാൻ ആരെ ക്യൂർ ചെയ്ത് ഞാൻ കാണിച്ചാൽ ഈ ഒരു ഫാർമർ ഇല്ല ഗൈസ്. ഈ ഒരു ഫാർമറിനെ ക്യൂർ ചെയ്തപ്പോൾ പിന്നെ ഞാൻ എമറാൾഡ് ആക്കി ഞാൻ ഇവന്മാരെ ലെവല് കൂട്ടിയപ്പോൾ അതാണ്ട് ഗൈസ് ആപ്പിൾ കൊടുത്ത്. സോ അതിന് ഞാൻ ഈ ഒരു എമറാൾഡ് കൊടുത്ത് ആപ്പിളാക്കി ഗൈസ്. ആ ഒരു എമറാൾഡ് കൊടുത്ത് ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങി ഞാൻ ആ ഒരു ആപ്പിൾ വെച്ച് ഗോൾഡൻ ആപ്പിൾ റെഡിയാക്കി ഗൈസ്. ഞാൻ മെയിനായിട്ട് ഗൈസ് നമുക്ക് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ സിൽക്ക് ടച്ച് എന്ന് പറയുന്ന ഒരു എൻചാൻറ്റഡ് ബുക്ക് എനിക്കിതാ ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ഗൈസ്. ഇവനിപ്പോൾ അത് വിൽക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, സിൽക്ക് ടച്ച് കണ്ട ഗൈസ്. ഇവൻ്റെ അടുത്തുനിന്ന് ഒരു എമറാൾഡ് പോലെ തന്നെ ഒരു ബുക്കും കൊടുക്കുകയാണ് അവന്. നമുക്ക് സിൽക്ക് ടച്ച് എന്ന് പറയുന്ന ഒരു എൻചാൻറ്റഡ് ബുക്ക് തരും ഗൈസ്. യെസ്. പിന്നെ 18 പേപ്പർ കൊടുക്കുകയാണെങ്കിൽ ഒരു എമറാൾഡ് അത്ര വേർത്താണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഓ ഫാം ഉണ്ടെങ്കിൽ സിമ്പിളാണ് ഗൈസ്. ഷുഗർക്കെയിൻ്റെ ഫാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആകാം. ഫുഡിനൊക്കെ വളരെ നമുക്ക് എത്ര ഫുഡ് വേണമെന്നാണ്ട് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടതാണ്. ഒരു മെലണ് കൊടുക്കുകയാണെങ്കിൽ എമറാൾഡ് കിട്ടും. മിക്കവാറും ഞാൻ മെലൻ്റെ ഒരു ഫാം കൂടി തുടങ്ങും ഗൈസ്. പൊട്ടാറ്റോ 19 എണ്ണം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പൊട്ടാറ്റോ കൊടുത്താണ് ഗൈസ് ഇത്രയും ആക്കിയത്. 44 എമറാൾഡ് ഞാൻ ട്രേഡ് ചെയ്ത് ഗൈസ്. കണ്ട ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 44 എമറാൾഡ് ട്രേഡ് ചെയ്തു. കണ്ട ഇനിയിപ്പോൾ നമുക്ക് കുക്കിയൊക്കെ വേണം. ഒരു എമറാൾഡ് കൊടുത്താൽ 18 കുക്കീസ് കിട്ടും. സോ കണ്ടില്ല ഗൈസ്. എന്തായാലും നമുക്കൊരു 18 എണ്ണം വാങ്ങാം കേട്ടോ. ഫുഡിന് എന്തായാലും നമുക്ക് ആവശ്യം വരും. നമ്മളെന്തായാലും ഒരു സിൽട്ടച്ച് ഗൈസ്, ഞാനെന്തായാലും ഈ ഒരു സിൽട്ടച്ച് എന്തായാലും ഇടാൻ പോകട്ടെ ഗൈസ്. മറ്റവനെ ഇനി നമ്മൾ ലെവൽ കൂട്ടിയാലേ ഇനിയും വേറെ ഐറ്റംസ് ഒക്കെ തരുള്ളൂ ഗൈസ്. സോ അതിന് നമ്മളടുത്ത് പേപ്പർ കുറവാണ്. സോ ഷുഗർ കെയിൻ ഫാം തുടങ്ങേണ്ടി വരും. സോ നമുക്കെന്തായാലും ഈ ഒരു എൻ്റെ പിക്കാക്സ് ഇല്ല ഗൈസ്. ഈ ഒരു പിക്കാക്സിൽ എന്തായാലും പോയിട്ട് സിൽട്ടച്ച് ഇട്ട് കൊടുക്കുക. സിൽട്ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഗൈസ് നമ്മുടെ ഗ്ലാസ്സും ഇതൊക്കെ പൊട്ടാതെ തന്നെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. ഗ്ലാസ്സൊക്കെ നമുക്ക് പൊട്ടിക്കാതെ തന്നെ നമ്മളെ കയ്യിൽ കയറും ഗൈസ്. അതുപോലെ തന്നെ സ്റ്റോണൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് ഗൈസ്. സോ ഞാൻ എന്തായാലും ഇവിടെ എന്തിനാണ് വന്നത് ഗൈസ്, നമ്മൾ ആൻവിയിലാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ പിക്കാക്സിൽ നമ്മളെ ഒരു സിൽട്ടച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ സിൽട്ടച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ നമ്മൾ ഗോൾഡൊക്കെ റെഡിയാക്കി കേട്ടോ. ഗോൾഡൻ ഇങ്കട്ടും അതുപോലെ തന്നെ നെഗറ്റ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നെതറിൽ പോയി മൈൻഡ് ചെയ്താണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് തന്നെ താഴോട്ട് പോയി ഞാൻ മൈൻഡ് ചെയ്ത കേട്ടോ ഗൈസ്. സോ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാണ് ഗൈസ്, നമുക്ക് നെതർ വരെ പോകണം. ഒരു ഷീൽഡ് എന്തായാലും കൈ പിടിക്കുക. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു ബൂട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഇത് ഇടാട്ടോ. ഇനി നമുക്കൊരു ഷീൽഡ് കൂടി ഉണ്ടാക്കി കൈ പിടിക്കട്ടെ ഗൈസ്. ഷീൽഡ് ഫുള്ള് പൊട്ടി പോവാണ് ഗൈസ്. എന്തായാലും ഞാനൊരു ഷീൽഡ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്നാലും നമ്മൾ നെതറിലോട്ട് പോകാൻ പോവാണ്. 51 ഗോൾഡ് ഉണ്ട് ഗൈസ്. ഈ ഒരു ഗോൾഡ് മൊത്തം ട്രേഡ് ചെയ്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ ഒരു മറ്റേ ഇതാണ് ഗൈസ്, എൻഡർപ്പേളാണ്. സോ എൻഡർപ്പേൾ ഉണ്ടെങ്കിൽ നമുക്ക് എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എൻഡർപ്പേൾ നമുക്ക് ഉപകാരപ്പെടും ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ വേൾഡിൽ നിന്ന് വേണ്ട ഒരു പന്നി താടെ നെതറിലേക്ക് ഇറങ്ങി വന്നു ഗൈസ്. ശരി, നമ്മളെന്തായാലും ഇനി മറ്റേത് കണ്ടുപിടിക്കണം കേട്ടോ. പിഗ്ലിങ്സിനെ കണ്ടുപിടിക്കണം. മുത്തേ കഴിച്ചില്ലായി ഗൈസ്, കഴിച്ചില്ല. ഇപ്പം ചത്തനെ ഞാൻ ലാവേ പോണ്ടി. കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഗൈസ്, കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്ത് പോവാണ്. അയ്യ, ആ ബ്ലൈസ് അവിടെ നിന്ന് മറ്റേ തീ തുപ്പുന്നുണ്ട് ഗൈസ്.
അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകട്ടോ. മൈൻഡ് ചെയ്ത് പോകാൻ പോവാണ്. കറക്റ്റ് ഈ ഒരു നെതർത്ത ഒരു ലെവലും കാര്യങ്ങളൊന്നും അറിയില്ല ഗൈസ്. എവിടെയാണ് കറക്റ്റ് ബയോമെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് മിക്കവാറും തീരുമാനം ഔട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗൈസ്. സ്ലാബ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറാണ് സംഭവം. മൈ ഗോഡ്, വെരി സ്പീഡാണ് ഗൈസ്. സ്ലാബ് വരുന്ന സ്പീഡ് കണ്ട. അത് നമുക്ക് ഇവിടെ നിന്ന് അടയ്ക്കണം. ഓക്കെ ഗൈസ്, ഈ ഒരു സിൽട്ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താണ്ട നെതർ ക്വാർട്സ് ഓറൊക്കെ ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കണ്ട ബ്ലോക്കോട് കൂടി നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഇതപ്പം ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഗൈസ്. കുറേ നേരം മൈൻഡ് ചെയ്തപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗാസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗാസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാൻ പോകണം. നമുക്ക് ചെറിയൊരു അടയാളത്തിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കാം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ സ്ഥലം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാൻ പോകണം. നമ്മുടെ പിഗ്ലിൻസിനെ ഇനി തരണം ഗൈസ്. പിഗ്ലിൻസിനെ നമുക്ക് ഇനി സെർച്ച് ചെയ്യണം അവിടെ ഉള്ളത്. ആരൊന്നും എന്തായാലും നമ്മളൊന്നും അറ്റാക്ക് ചെയ്യില്ല ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ ഗോൾഡൻ കൂട്ടിട്ടുകൊണ്ട് തന്നെ ആരും നമ്മളിങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, നമ്മൾ പിഗ്ലിൻസിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി ഗൈസ് ഒരു പിഗ്ലിനെ ഞാൻ കണ്ടെത്തിയിട്ടോ ഗൈസ്. ഇത് പിഗ്ലിൻ അല്ലേ? ഇത് പിഗ്ലിൻ അല്ല കേട്ടോ, സാധാ പിഗാണ്. മറ്റവനാണിത്. അവനെ കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. പിഗ്ലിനെ വേണം. ഗൈസ് ഇവിടെ ഒരു മഷ്റൂം കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്ത് മഷ്റൂമാ? ക്രിംസൺ ഫംഗോസ് ഒരു സംഭവമാണ്. ക്രിസ്മൺ ഫംഗസ് എന്തോരോ ഒരു സംഭവമാണ് ഗൈസ്. ഞാൻ ഇവിടുന്ന് ഒരു ഗാസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഗൈസ്. എവിടെ നിന്നാന്നൊരു ഐഡിയ ഇല്ല. പിഗ്ലിൻസിനെ കാണുന്നില്ല ഗൈസ്. എന്താണ് ഈ പിഗ്ലിൻസിനെ കാണാത്തത്? ഇവിടെ വേറൊരു മഷ്റൂം ഉണ്ട് കേട്ടോ ഗൈസ്. വേണ്ടേ, ഇത് വേറൊരു മഷ്റൂമാണ്. വാർപ്പിഡ് ഫംഗസ് തന്നെ ആയിക്കില്ല ഗൈസ്. അറിഞ്ഞൂടെ കേട്ടോ കറക്റ്റ് നെയിം. മുത്ത അവിടെ ഒരു പന്നിട്ടോ, കാട്ടുപന്നിണ്ട് അവിടെ. കുറച്ച് ഡേഞ്ചറാണ്. ഇവിടെ നമ്മൾ ഗോൾഡ് മാന്തുന്ന ഉമാരൊക്കെ കണ്ടാൽ ഗൈസ് വന്ന് അറ്റാക്ക് ചെയ്യും നമ്മളെ ഗൈസ്. നമ്മളെന്തായാലും ട്രൈഡ് ചെയ്യാൻ പോകട്ടെ ഗൈസ്. നമ്മളെന്തായാലും ഫൈനലി ഒരു പിഗ്ലിൻസിനെ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഗോൾഡ് കൊടുത്തു നോക്കാം. ഒരാളെ കിട്ടിയല്ലോ കേട്ടോ ഗൈസ്, ഒരുത്തനെ കിട്ടിയുള്ളൂ. ഓക്കെ, നെതർ ബ്രിക്കോ? നല്ല എന്തെങ്കിലും ഐറ്റംസ് താടെ. എന്തു വാടേ ഈ ചെറിയോനെ അടിച്ച് കൊല്ലണ്ടോ മിക്കവാറും. ചെങ്ങായി വന്ന് ഞാൻ ഒരു സാധനം തരികയില്ല വെറുതെ. ഇവനൊന്നും തന്നില്ലല്ലോ. എന്തോ തന്നവൻ ഞാൻ വെറുതെ എടുത്തോണ്ടേ ഗൈസ്. ഒരു സാധനം തന്നില്ല. വന്നുണ്ടായിപ്പോന്ന് തോന്നി. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. എന്തോന്ന് തന്നു ഗൈസ്. വാട്ടർ ബോട്ടിലാണ് തന്നിട്ടോ. ആള് കൊള്ളാട്ടോ. ഇവനത് എവിടെ നിന്ന് നന്നായി ഈ കള്ള ചെറുതുള്ള വന്നു അങ്ങനെ ഫുള്ള് ചാമ്പ് ഗൈസ്. ഇവൻ ഇങ്ങോട്ട് മറ്റവനൊരു സാധനം തരൂല്ലോ ഗൈസ്. ഇത് കണ്ട ഗോൾഡും പിടിച്ചതാ പോകുന്ന. ചെറിയോ നമ്മളെ ഗോൾഡ് ഫുള്ള് ചാമ്പ് ഗൈസ്. ഓക്കെ, സ്പെക്ട്രൽ ആരോ കിട്ടി. എന്തോ ഒരു സ്പെഷ്യൽ ആരോ കിട്ടിട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നുകൂടി കൊടുത്തു നോക്കാം. ഇവൻ വലിയ സംഭവം തരുന്നില്ല ഗൈസ് ഞാൻ പറഞ്ഞ. പിന്നെ എന്തോ ബ്ലോക്കാ തന്നത്. ഓ ഓ ഓ ഗൈസ്, സോൾ സാൻഡ് കിട്ടിട്ടോ. ഇത് നമുക്ക് നല്ലൊരു ആവശ്യമുള്ള ഒരു സംഭവമാണ്. സോൾ സാൻഡ് കിട്ടിട്ടോ ഗൈസ്. ഒന്നുകൂടി കൊടുത്തു നോക്കാം. അണ്ണൻ തരുന്നുണ്ട്. അണ്ണൻ്റെ ഉടുപ്പൊക്കെ കണ്ടില്ല ഗൈസ്. ഗോൾഡിൻ്റെ ആർമറൊക്കെ അണ്ണൻ ഇട്ടത്. അത്യാവശ്യം പൈസക്കാരനാന്ന് തോന്നുന്നു ഗൈസ്. ഇതവൻ തന്ന് ഇതൊന്ന് ഡ്രോപ്പാക്കി. എനിക്കൊന്ന് ബ്ലോക്കാന്ന് തോന്നുന്നു ഗൈസ്. ഈ ചെങ്ങായി ഇത് എങ്ങോട്ടാ പോകുന്നത്? പിന്നെ ആ ചെറിയോൻ്റെ അടുത്തേക്കാണ്. ചെറിയോൻ മഞ്ഞ ഉടായിപ്പാ ഗൈസ്. ഒരു സാധനം തരികയില്ല. ഞാനങ്ങ് അടിച്ച് കൊന്നാലോ ഗൈസ്. എൻ്റെ ഗോൾഡും പിടിച്ചത് ഓടുന്ന ഗൈസ്. ഇവിടെ ഗോൾഡൊക്കെ വന്ന് തന്നെ അപ്പോൾ ഇവിടെ ലെതറാ വന്ന് തന്നെ.
നെതറാക്ക് ഇവനെന്ത് കഷ്ടാടേ. ഓ ഫയർ ചാർജർ കിട്ടിട്ടോ, ഫയർ ചാർജ് കിട്ടി ഗൈസ്. നൈസ്. കുറച്ചുകൂടി പിഗ്ലിങ്സിനെ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇവൻ കാര്യമായിട്ടൊന്നും തരുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും വേറെ ആരെങ്കിലും ഇവിടെ കിട്ടുമോ നോക്കാം. ഇത് വേറൊരുത്തനല്ല ഡായ്. ഇത് നമുക്ക് വേറൊരാളെ കിട്ടി, ഇവന് കൊടുത്തു നോക്കട്ടോ. അയ്യോ എൻ്റെ ടവൽ ഇന്നാ പിഗ്ലിങ്സ് വന്നെടുക്ക് ഡാ തൊട്ട് പാടാ. ഗോൾഡ് ഗോൾഡൊന്നും വേണ്ടേ. എന്നാടാ ഗോൾഡ് ഞാൻ വാരി എറിഞ്ഞു കൊടുക്കുക ഗൈസ്. എന്നാ എല്ലാവരും എടുക്ക്. എന്നാ പിടിച്ചോ, എല്ലാം പിടിച്ചോ. എന്നാ പിടി ഗൈസ്. എല്ലാ ഗോൾഡും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തരും നോക്കാം കേട്ടോ. ശരി എന്നാ ഗൈസ്, ഗ്രാവലൊക്കെ അത് തരുന്നു. അപ്പം എന്താ ചെയ്യണ്ടേ ഗൈസ്. ഓക്കെ എൻട്രപ്പുകൾ കിട്ടി ഗൈസ്. 2 എൻട്രപ്പുകൾ കിട്ടി. റയർ സാധനം ആട്ടോ ഗൈസ് എൻട്രപ്പുകൾ. ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ തരുന്നുണ്ട്. ഓക്കെ വീണ്ടും ഫയർ ചാർജ്. സൗൾ സാൻഡ് നല്ലൊരു സംഭവം കേട്ടോ. അമ്മേ ഗാസ്റ്റ് ഗോൾഡ് എങ്ങനെങ്കിലും ഒന്ന് എടുക്കണം. ഐറ്റംസ് എന്തായാലും എടുക്കാം. ഞാൻ എന്തായാലും പോവാണ് ഗൈസ്. ഇവിടെ നിന്നാൽ ഇനി പ്രശ്നമാണ്. 16 ഗോൾഡാണ് ഗൈസിന് ബാക്കിയുള്ളത്. ഗാസ്റ്റ് എന്ത് പാടേ. എന്നാ ഗോൾഡ് ഏയ് ഗോൾഡ് വന്നെടുക്ക്. ഗോൾഡ് ഗൈസ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടോ ഗൈസ്. 2 എൻട്രപ്പുകൾ കിട്ടി. നമ്മുടെ ഗോൾഡ് എനിക്ക് തോന്നുന്നു തീയിൽ കത്തിപ്പോയി ഗൈസ്. ഒരു ഗാസ്റ്റ് വന്നുള്ള തീയൊക്കെ ഒന്നായിട്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ഇതൊക്കെ പോയി ഗൈസ്. ഗോൾഡ് മൊത്തം കത്തിപ്പോയി. വെരി സാഡ്. നമുക്ക് എന്തായാലും ഇത്ര ഐറ്റംസ് ആണ് കിട്ടിയത്. ഒബ്സിഡിയനും പിന്നെ ബ്ലാക്ക് സ്റ്റോണ് പിന്നെ ക്രയിങ് ഒബ്സിഡിയൻ. ഈ ഒരു ക്രയിങ് ഒബ്സിഡിയൻ്റെ ഉപകാരം എന്താ ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ. സോ പിന്നെ എൻട്രപ്പേഡ് 2 എണ്ണം കിട്ടി ഗൈസ്. അതാണ് കാര്യമായിട്ട് കിട്ടിയെന്ന് പറയാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വേൾഡിൽ തന്നെ തിരിച്ചെത്തിരിക്കട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു വീട്ടിലോട്ട് പോകട്ടോ ഗൈസ്. ഒന്നുകൂടി ഉണ്ടാവാം അതാണ്ട്. ഓക്കെ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ 3 എൻട്രപ്പുകളായിട്ടുണ്ട്. നമ്മൾ എൻട്രപ്പുകൾ എന്തായാലും കിട്ടുന്നത് എന്തായാലും ശേഖരിച്ച് വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ഡയമണ്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു പിക്കാക്സിൻ്റെ പവർ ഒന്ന് കൂട്ടി കൊടുക്കട്ടെ ഗൈസ്. പിക്കാക്സ് പൊട്ടാറായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒന്ന് സോഡും പൊട്ടാറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോഡും കൂടി ഒന്ന് റെഡി ആക്കി കൊടുക്കുക. സോഡ് കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുക. മതി. ആ ഒരു ഡയമണ്ട് മൈൻ ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. ഡയമണ്ട് തീർന്നിട്ടുണ്ട്. സോ പിന്നെ ഞാൻ ഷുഗർ കെയിൻ ഫാം കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അയൺ ഫാമൊക്കെ നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ഷുഗർ കെയിൻ എടുക്കാം കേട്ടോ. പേപ്പർ ആക്കിയിട്ട് നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. ഒരു സ്റ്റാക്കും 11 ഷുഗർ കെയിനും കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് 64. ഓക്കെ ഒരു സ്റ്റാക്കും 11 പേപ്പറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ ബുക്ക് ഷെൽഫ് ആക്കാം കേട്ടോ ഗൈസ്. ഓ 5 ബുക്ക് ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. എന്നാലും 2 ആൾക്കാർക്ക് ലെക്ടേണിൻ്റെ ജോബ് എടുക്കാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ ബാക്കി 3 എണ്ണം നമുക്കൊരു കാര്യം ചെയ്യാം. അടിയിൽ സെറ്റാക്കാം. സെറ്റ് ചെയ്യണോ അതോ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ ഞാൻ അവിടെയും ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ലെക്ടേണും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. പേരിൽ പൊട്ടിച്ചിട്ട് ലെക്ടേൺ ആക്കി കൊടുക്കാം. എഫിഷ്യൻസി 3. വാവ് നൈസ്. അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരുത്തനോട് കൊടുത്തു നോക്കാം കേട്ടോ. ഞാൻ ഇവൻ്റെത് അങ്ങ് പൊട്ടിക്കുകയാണ്. ഇവനും വലിയ ഉപകാരമില്ല. പവർ ആവണതാണ്. തീരെ സ്പീഡില്ല. ഇപ്പം പിന്നെയും ബുക്ക് ഷെൽഫ് ഈ ബുക്ക് ഷെൽഫേ കൊടുക്കുക ഗൈസ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് തോന്നുന്നു ഇവന്മാരെ ലെവൽ എനിക്ക് കൂട്ടണം കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു ലെവൽ കൂട്ടണം തോന്നുന്നു. ഓക്കെ മെൻഡിങ്. ഞാൻ എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു മെൻഡിങ്ങിൻ്റെ ബുക്ക് വാങ്ങാം കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഒരു മെൻഡിങ്ങിൻ്റെ ബുക്ക് വാങ്ങി എന്തായാലും നമ്മുടെ ചെസ്റ്റിലെടുത്തേക്കാം. ഓക്കെ ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം ഗൈസ്. നമുക്കിതിനി പൊട്ടിച്ചാൽ ഗൈസ് ഇവൻ്റെ ജോബ് മാറുമെന്ന് വെച്ച് നോക്കാം. ജോബ് മാറുന്നില്ല. അതാണ് ഞാൻ നോക്കുന്നത് ഗൈസ്. ഇവൻ്റെ ജോബ് മാറുന്നില്ല. എന്താണ് ഗൈസ് ഇവനെ പൊട്ടിച്ചിട്ട് ഇവൻ്റെ ജോബ് പോകുന്നില്ല ഗൈസ്. അതേ ജോബ് തന്നെ പിന്നെയും തരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവത്ത്. പ്ലിൻഡി പ്രൊട്ടക്ഷൻ 4 ഗൈസ്. പ്രൊട്ടക്ഷൻ 4 കണ്ടവൻ തരുന്ന. ബട്ട് എടുക്കണോ ഗൈസ്?
പ്രൊട്ടക്ഷൻ 2, പ്രൊട്ടക്ഷൻ 3, പ്രൊട്ടക്ഷൻ 3, പ്രൊട്ടക്ഷൻ 4. ഓക്കെ, ഇതിൽ പ്രൊട്ടക്ഷൻ 4 ഉണ്ട്. ഓക്കെ, ഇവന് ഗൈസ് പ്രൊട്ടക്ഷൻ 4 കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്കിനി 3 പ്രൊട്ടക്ഷൻ 4 ആക്കി കൊടുക്കണം. ഞാൻ എന്തായാലും പ്രൊട്ടക്ഷൻ 4 ഒരു 3 വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും 3 പ്രൊട്ടക്ഷൻ 4 വാങ്ങി. എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഈ ഒരു ബുക്ക് വാങ്ങട്ടെ ഗൈസ്. എൻ്റെ ലെവലൊന്ന് കൂട്ടാം. ഓക്കെ, ഓക്കെ, അപ്പം വേറെ ഐറ്റംസ് തരാൻ തുടങ്ങിട്ടോ ഗൈസ്. യെസ്, അത് കലക്കി. ഓക്കെ, ലെവല് കൂട്ടി കൊടുക്കണം ഗൈസ്. ലെവല് കൂട്ടി കൊടുത്ത അവന്മാർ വേറെ ഐറ്റംസ് തരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഈ ലാൻഡേൻ തന്നിട്ടോ ഗൈസ്. ഒരു എമറാൾഡിന് ലാൻഡേൻ കിട്ടും. ഞാൻ എന്തായാലും 2 ലാൻഡേൻ വാങ്ങട്ടെ. അത് അടിപൊളി സാധനം. അങ്ങനെ തൂക്കിടാൻ പറ്റും നമുക്ക്. നമ്മുടെ വീട്ടിൽ സെറ്റാക്കി കൊടുക്കുക. ഇതൊക്കെ മെൻഡിങ് തന്നെ കേട്ടോ. പിന്നെ ഒരു ബുക്ക് കൊടുത്താൽ ഒരു എമറാൾഡോ. ഓ നൈസ് ഗൈസ്, ഇത് കൊള്ളാട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇവനെന്തെങ്കിലും കൊടുക്കായിരുന്നു വിൽക്കാൻ. സോ കുറച്ച് പൊട്ടാറ്റോ എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. പൊട്ടാറ്റോ എടുത്തിട്ട് നമുക്ക് ഒരു ഫാർമർ വില്ലേജറിന് കൊടുത്തു നോക്കാം. കുറച്ച് എമറാൾഡ് കിട്ടും. ഇപ്പോൾ പൊട്ടാറ്റോ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കുറേ പൊട്ടാറ്റോ എടുത്തിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ നേരത്തെ ട്രേഡ് ചെയ്യാൻ വേണ്ടി കുറേ പൊട്ടാറ്റോ എടുത്തിരുന്നു. ഓക്കെ, അതിൽ കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും സ്റ്റാക്ക് മൊത്തം എടുക്കാം. ഫുൾ ഇൻവെൻട്രി ഇപ്പോൾ ഫുള്ളാവും. ഇൻവെൻട്രി ഫുള്ളായിട്ട് ഗൈസ്. സോ എന്തായാലും ഇത് കൊണ്ടുപോയി നമുക്ക് കൊടുത്തു നോക്കാം. നമ്മുടെ ഫാർമർ വില്ലേജർ അവിടെ. നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ ഗൈസ്. 19 പൊട്ടാറ്റോ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് തീർന്നും തോന്നുന്നു ഗൈസ്. മിക്കവാറും ചങ്ങായി ഇപ്പോൾ വില കൂട്ടും. ആണ് മിക്കവാറും സംഭവിക്കുക. സോ ഇപ്പം എത്ര കിട്ടി? 21 എമറാൾഡായി. ഇവനിപ്പോൾ കച്ചവടം നിർത്തിയിട്ടോ ഗൈസ്. അവൻ്റെ സാധനം ഇനി വേണ്ടാന്ന് തോന്നുന്നു അവന്. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ലെക്റ്റേൺ വാങ്ങാണ്. അല്ല സോറി, ലാൻഡേൺ വാങ്ങാട്ടോ ഗൈസ്. ലെവലൊന്ന് കൂടിക്കോട്ടെ. ഈ ഐറ്റം തീർന്നു തോന്നുന്നു. അവൻ്റെ കയ്യിലല്ലോ ഞാൻ വാങ്ങി. ഓക്കെ, പുതിയ എന്തോ സംഭവം വന്നെന്ന് തോന്നിട്ടോ ഗൈസ്. ഓക്കെ, പുതിയ സാധനം ഡെപ്ത് സ്ട്രൈഡറോ. ഇപ്പോൾ 11 എമറാൾഡും ഒരു ബുക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെപ്ത് സ്ട്രൈഡർ എന്ന് പറഞ്ഞൊരു എൻജാൻറ്റ് കിട്ടുന്നുണ്ട്. സോ ഞാൻ അതെന്തായാലും ചെയ്യുന്നില്ല ഗൈസ്. അതിൻ്റെ യൂസ് മനസ്സിലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഇവിടെ റെഡ് സ്റ്റോൺ കൊടുക്കേണ്ട ഒരുത്തൻ. നമ്മുടെ പൊട്ടാറ്റോ എനിക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. പിന്നെ പൊട്ടാറ്റോ അവന് മതിയായി തോന്നുന്നു ഗൈസ്. നമ്മുടെ എൻജാനിങ് സെറ്റപ്പ് ഒന്ന് മാക്സ് ആക്കി കൊടുക്കട്ടെ ഗൈസ്. എന്തായാലും ഞാൻ വീട്ടിനുള്ളോട്ട് പോവാണ്. എന്തായാലും ഒന്ന് താഴോട്ട് പോകാട്ടോ. താഴോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ആൻവിൽ സെറ്റാക്കി കൊടുക്കട്ടെ. നമ്മളെ ആർമറൊക്കെ ഒന്ന് ഊരാം. ഏതിലാണ്? ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റിൽ മാത്രമേ പ്രൊട്ടക്ഷൻ 4 ഉള്ളൂ ഗൈസ്. ബാക്കിയുള്ള ലൈവ് കൊടുക്കുക. ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ 4 ആക്കണം. ഓക്കെ, ഡയമണ്ട് ബൂട്ട് പ്രൊട്ടക്ഷൻ 4 ആക്കട്ടെ ഗൈസ്. അതുപോലെ തന്നെ ഡയമണ്ട് ലെഗിൻസും പ്രൊട്ടക്ഷൻ 4 ആക്കാണ്. അതുപോലെ തന്നെ ഡയമണ്ട് ഹെൽമറ്റും പ്രൊട്ടക്ഷൻ 4 ആക്കാണ്. അതുപോലെ തന്നെ നമ്മൾ സിൽട്ടച്ചുള്ള ഈ ഒരു പിക്കാക്സും ഞാൻ വെൻഡിങ് ഇടുകയാണ് കേട്ടോ ഗൈസ്. സോ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. നമ്മളെ പ്രൊട്ടക്ഷൻ 4 ആക്കിയിരിക്കുകയാണ് നമ്മൾ ആർമർ മൊത്തം സെറ്റ്. ഇനി നമ്മൾ എൻജാൻമെൻറ്റ് സെറ്റാക്കണം കേട്ടോ ഗൈസ്. നമുക്കിനി ഈ ടോർച്ചും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഈ ഒരു വിളക്കാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ലൈറ്റ് കിട്ടും ഇതിന്. അപ്പോൾ ഇതും പൊട്ടിക്കുക. നമ്മുടെ വിളക്ക് തൂക്കി കൊടുക്കുക. പുറത്തു 2 സെറ്റായി കൊടുക്കുക കേട്ടോ. സെറ്റ്. ഇപ്പം സീന് ലുക്കായിട്ടുണ്ട്. ബാക്കി എന്തായാലും ഇതിൽ കിടന്നോട്ടെ. ജസ്റ്റൊക്കെ ഫുള്ളായി വരികയാണ് ഗൈസ്. നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് കൂടി സെറ്റാക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്ന് സെറ്റാക്കാം. ഓ ഷിറ്റ്,
ഇവിടെ നിന്ന് ഇവിടെ തന്നെയാണ് വെക്കേണ്ടത്. അതൊന്നൊരു ഐഡിയ ഇല്ല. കാര്യം ചെയ്യട്ടെ ഗൈസ്, ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇവിടെയും കൂടി ബുക്കായി കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ലാഡർ എടുക്കാം കേട്ടോ ഗൈസ്. ലാഡർ ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോവാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അവിടെ കയറണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്യാം. ഫുൾ സെറ്റപ്പാണ് ഗൈസ്. എപ്പം എന്താണ് കൊടുക്കാൻ നോക്കട്ടെ. എഫിഷ്യൻസി 3 സെൽ ടച്ച്. അതിലങ്ങനെ നിൽക്കട്ടെ ഗൈസ്. എന്തായാലും കുറച്ച് കോബിൾ സ്റ്റോൺ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് കോബിൾ സ്റ്റോൺ അല്ല തരുന്ന കേസ്. ഈ ഒരു എഫിഷ്യൻസി ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് മറ്റേ സ്റ്റോണാട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് ബുക്ക് ഷെൽഫ് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ലെവലിപ്പോൾ അതുപോലെ തന്നെയാണ് ഗൈസ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എഫിഷ്യൻസി 3 ആണ് തരുന്നത്. ചിലപ്പോൾ നമ്മളിനി എൻജാൻ ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ സെറ്റ് ആവുക. ഇനി നമ്മളെന്തായാലും തിരിച്ച് പോകട്ടെ ഗൈസ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.